ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കൂവ പായസം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ്. കട്ട പ്രശ്നമില്ല, അതങ്ങനെ വെള്ളം ഒഴിച്ചാലും അലിഞ്ഞു പോയിക്കോളും. ഇനി മിക്സിയിലിട്ട് പൊടിച്ചാൽ നൈസ് പൊടിയായി കിട്ടും, പ്രശ്നമൊന്നുമില്ല. ഒരു അരക്കപ്പ് കൂവപ്പൊടി എടുത്ത് ഏകദേശം വെള്ളം ഒഴിച്ച് ഏകദേശം 1.5 കപ്പിലേറെ വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നാക്കി മിക്സാക്കുക. കട്ട കെട്ടാതെ നന്നായി മിക്സാക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയിട്ട്, ഹൈ ഫ്ലെയിമിലിടണ്ട. ഈ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കുക. നന്നായി ഇളക്കുക, കൈയെടുക്കാനേ പാടില്ല. കയ്യിലിളക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് തിളക്കണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുത്താൽ കട്ട കിട്ടും. നന്നായി ഇളക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ, കുറച്ച് സമയം. തിളക്കണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളച്ച് നല്ല ചൂടായി തിളക്കുന്ന സമയത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കട്ടെ. ശർക്കര പാനി ഒഴിച്ച് നന്നായി കുറുകണ വരെ തിളപ്പിച്ചെടുക്കട്ടെ. അത്യാവശ്യം നല്ല കുറുക്കി വരട്ടെ. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേണമെന്നില്ല ആദ്യം തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ പൊടി കലക്കി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശർക്കര പാനി ഒഴിച്ചെടുത്താലും മതി. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല കുറുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തിട്ട് കൊടുത്താലും മതി, വറവിട്ടുന്ന സമയത്ത് തേങ്ങാക്കൊത്തിട്ട് കൊടുത്താലും മതി. നമ്മൾ ചിരവി തേങ്ങ ഇട്ടിട്ടുള്ളത്. തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ കൂടുതൽ സമയം തിളപ്പിക്കരുത് കേട്ടോ. ചെറുതായിട്ടും തിളപ്പിച്ചതിന് ശേഷം നല്ല തിളപ്പിക്കരുത്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചെടുക്കട്ടോ. 1.5 കപ്പ് പാൽ ഒഴിച്ചെടുക്കുക. അത് കുട്ടികളൊക്കെ കുടിച്ചോളും. കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ പാലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടില്ല. അപ്പോൾ കുട്ടികളൊക്കെ കുടിച്ചോളും. ഏത് കുടിക്കാത്തവരും കുടിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. ഇതിലേക്ക് ടേസ്റ്റിന് കുറച്ച് നെയ്യ് ഇട്ടിച്ച് കൊടുക്കട്ടോ. വറവായിട്ട് നമ്മൾ ഇടണില്ല, ചെറുതായിട്ട് നെയ്യ് ഇട്ടിച്ച് കൊടുക്കുക. അര സ്പൂൺ ഉണ്ടാവില്ല, കുറച്ച് നെയ്യ് ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലോണം മിക്സാക്കിയ നെയ്യൊക്കെ ഒന്ന് ഉരുകി റെഡിയായിട്ട് നമ്മളെ കൂവ പായസം റെഡി ആയിട്ട്